തമിഴ്നാട്ടിലെ വിരുദുനഗറിലാണ് വലിയ സ്ഫോടനമുണ്ടായത്. പടക്ക നിർമ്മാണശാലയിൽ 22 പേർ മരിച്ചു, 23 എന്നുള്ള വിവരമൊക്കെ വരുന്നുണ്ട്. പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യങ്ങളിലൊക്കെ വിശദീകരണം നൽകേണ്ടതുണ്ട്. വിരുദുനഗർ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇപ്പോൾ രാഹുൽ വിജയൻ എത്തിയിട്ടുണ്ട്. പരിക്കേറ്റവർ അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ, മരിച്ചവരുടെ ബന്ധുക്കളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ സ്ഫോടനം സംബന്ധിച്ച് അവിടെ എത്തിയ ആളുകൾ നേരത്തെ വിശദീകരിക്കുകയായിരുന്നു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇവർ നൽകുന്നുണ്ടോ ഈ അപകടവുമായി ബന്ധപ്പെട്ട്? എങ്ങനെ ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? ഉന്മേഷ, രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും സ്ഫോടനമുണ്ടായി. അപകടത്തിൽ പരിക്കേറ്റ 3 പേർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുതിയതായി അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. ബാക്കി ഉള്ള ആളുകളുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ പരിക്കേറ്റിട്ടുള്ള 3 പേരുടെ നില അവർക്ക് സാരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ, ഉള്ളുലയ്ക്കുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവരുടെ മകനാണ് ഇവിടെ അപകടത്തിൽ മരണപ്പെട്ടത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ആ മോർച്ചറിക്ക് മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടത്തോടു കൂടി പറയേണ്ടി വരുന്നത്. എന്തായാലും 23 പേരുടെ മരണം അത് സ്ഥിരീകരിച്ചു. അത് തമിഴ്നാട് സംസ്ഥാന സർക്കാർ തന്നെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് നിലവിൽ ഇവിടെ ഈ മോർച്ചറിയിലുള്ള ആളുകളുടെ കണക്ക് 19 ആണ്. ബാക്കി 4 പേരുടെ മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകൾ ഈ സംഭവ സ്ഥലത്ത് നടത്തേണ്ടതുണ്ട്. നിലവിൽ 23 പേരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് പറയുമ്പോഴും അത്രയും പേർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ഈ വനജ ഫയർവർക്സിൽ അത്രയും പേരെ ജോലി ചെയ്തിരുന്നുള്ളൂ എന്നാണ് നിലവിൽ പറയപ്പെടുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ അപകടം സംഭവിച്ചിട്ടുണ്ടോ, കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ അവിടെയും ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു. വീണ്ടും സ്ഫോടനം ഉണ്ടാകുന്നതാണ്. നമ്മൾ നേരത്തെ മുതൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിയാണ് രാഹുൽ. ഏതായാലും അവിടെ ഹൃദയഭേദകമായ കാഴ്ചയാണ്. ആ വിലാപം നമ്മുടെ ചെവികളിലേക്ക് എത്തുമ്പോൾ നമ്മയും വേദനിപ്പിക്കുന്നുണ്ട്. വലിയ സ്ഫോടനമാണ്, പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. 22 പേരാണ് അവിടെ മരിച്ചത്. ഒരു ഇടവേള കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.